ജ്യോതിഷത്തിൽ ഗ്രഹണങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. അവ വ്യക്തിഗത ജീവിതത്തിലും സാമൂഹിക തലത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സൂര്യഗ്രഹണം എന്നത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ ഒരേ രേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ്. ഇത് സൂര്യപ്രകാശത്തെ തടസ്സപ്പെടുത്തുകയും ഭൂമിയിൽ താൽക്കാലികമായി ഇരുട്ട് പരത്തുകയും ചെയ്യുന്നു. ഓരോ ഗ്രഹണത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും ബലങ്ങളുമുണ്ട്. അത് ഏത് രാശിയിൽ സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ബലങ്ങൾ. 2025 സെപ്റ്റംബർ 21 കന്നിരാശിയിൽ ഒരു ഭാഗിക സൂര്യഗ്രഹണം സംഭവിക്കുകയാണ്. അത് വ്യക്തികളിലും സമൂഹത്തിലും എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. രാശിചക്രത്തിലെ 6ാമത്തെ രാശിയാണ് കന്നിരാശി. ഭൂമി മൂലകത്തിൽപ്പെട്ടതും ദ്വന്ദ്വ സ്വഭാവമുള്ളതുമായ ഒരു രാശിയാണിത്. ബുധനാണ് കന്നിരാശിയുടെ അധിപൻ. കന്നിരാശിയെ പ്രതിനിധീകരിക്കുന്നത് കന്യകയാണ്. ഈ രാശിയുടെ പ്രധാന സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനും സേവിക്കാനുമുള്ള ശക്തമായ ആഗ്രഹം, കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനുമുള്ള കഴിവ്, പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായ അന്വേഷണം, കാര്യങ്ങൾ പ്രായോഗികമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, യുക്തിസഹമായ സമീപനം, ആരോഗ്യം, ശുചിത്വം, ദിനചര്യകൾ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. സ്വയം വിമർശിക്കാനും മറ്റുള്ളവരെ വിമർശിക്കാനുമുള്ള പ്രവണത. ഇത് ചിലപ്പോൾ അമിതമായാൽ നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാകാം. കാര്യങ്ങൾ വിവേകപൂർവ്വം സമീപിക്കാനുള്ള കഴിവ്. ജീവിതത്തിൽ ചിട്ടയും ക്രമവും പാലിക്കാൻ ഇഷ്ടപ്പെടുന്നു. കഠിനാധ്വാനം ചെയ്യാനുള്ള സന്നദ്ധതയും അർപ്പണബോധവും. ബുധൻ അധിപനായതുകൊണ്ട് ഉയർന്ന ബുദ്ധിശക്തിയും വിശകലനശേഷിയും ഉണ്ട്. ഒരു സൂര്യഗ്രഹണം കന്നിരാശിയിൽ സംഭവിക്കുമ്പോൾ കന്നിരാശിയുടെ സ്വഭാവ സവിശേഷതകളിൽ സൂര്യന്റെ സ്വഭാവ പ്രഭാവം താൽക്കാലികമായി തടസ്സപ്പെടുന്നു. സൂര്യൻ ആത്മാവ്, അച്ഛൻ, അധികാരം, ആരോഗ്യം, ആത്മവിശ്വാസം എന്നിവയുടെ കാരകനാണ്. ഗ്രഹണ സമയത്ത് ഈ കാര്യങ്ങളിൽ ചില മാറ്റങ്ങളോ വെല്ലുവിളികളോ ഉണ്ടാകാം. കന്നിരാശിയുടെ വിശകലനപരമായ സ്വഭാവം ഈ സമയത്ത് കൂടുതൽ പ്രബലമാകും. ആളുകൾക്ക് സ്വയം വിമർശനാത്മകമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുകയും തങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആരോഗ്യപരമായ കാര്യങ്ങളിലും ഈ ചിന്തകൾ ഉണ്ടാകാം. കന്നിരാശി ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഗ്രഹണ സമയത്ത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. പുതിയ ആരോഗ്യ ദിനചര്യകൾ ആരംഭിക്കുന്നതിനോ നിലവിലുള്ളവ മെച്ചപ്പെടുത്തുന്നതിനോ ഇത് പ്രചോദനമാകാം. എന്നാൽ ഗ്രഹണ ഊർജം ആരോഗ്യ പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടാനും സാധ്യതയുണ്ട്. കന്നിരാശി ജോലി, സേവനം, ദൈനംദിന ദിനചര്യകൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഗ്രഹണം ഈ മേഖലകളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. ജോലിയിൽ പുതിയ വെല്ലുവിളികളോ പുതിയ അവസരങ്ങളോ ഉണ്ടാകാം. സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ജോലി സ്ഥലത്തെ ബന്ധങ്ങളിൽ അമിതമായ വിമർശനങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കന്നിരാശിയിലെ വിമർശനാത്മക സ്വഭാവം ഈ സമയത്ത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വൈകാരിക തീരുമാനങ്ങളെക്കാൾ വസ്തുനിഷ്ഠവും പ്രായോഗികവുമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ കന്നിരാശിയുടെ സ്ഥാനമനുസരിച്ച് ഗ്രഹണഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം. ഗ്രഹണം സംഭവിക്കുന്ന ഭാവം ഏതാണോ ആ ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാകും. കന്നിരാശിയിലെ 1ാം ഭാവത്തിൽ സംഭവിക്കുന്ന ഗ്രഹണം വ്യക്തിയുടെ വ്യക്തിത്വത്തിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാം. സ്വയം വിമർശനം കൂടാൻ സാധ്യതയുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കണം. 2ാം ഭാവത്തിൽ കന്നിരാശിയിൽ ഗ്രഹണം സംഭവിക്കുമ്പോൾ ധനം, സംസാരം, കുടുംബം എന്നിവയെ ബാധിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത ആവശ്യമാണ്. സംസാരത്തിൽ ശ്രദ്ധിക്കുക. 3ാം ഭാവത്തിൽ ഗ്രഹണം സംഭവിക്കുമ്പോൾ സഹോദരങ്ങൾ, ആശയവിനിമയം, യാത്രകൾ എന്നിവയെ സ്വാധീനിക്കും. ആശയവിനിമയത്തിൽ വ്യക്തത പാലിക്കുക. ചെറിയ യാത്രകളിൽ ശ്രദ്ധിക്കുക. 4ാം ഭാവത്തിൽ ഗ്രഹണം സംഭവിക്കുമ്പോൾ മാതാവ്, ഭവനം, ആന്തരിക സമാധാനം എന്നിവയെ ബാധിക്കാം. കുടുംബപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വീട്ടിലെ ക്രമീകരണങ്ങൾ ശ്രദ്ധിക്കുക. 5ാം ഭാവത്തിൽ കന്നിരാശിയിൽ ഗ്രഹണങ്ങൾ സംഭവിക്കുമ്പോൾ കുട്ടികൾ, വിദ്യാഭ്യാസം, പ്രണയം, സർഗാത്മകത എന്നിവയിൽ സ്വാധീനം ചെലുത്തും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പുതിയ പഠനമാർഗങ്ങൾ തേടാം. 6ാം ഭാവത്തിൽ കന്നിരാശിയിൽ ഗ്രഹണം സംഭവിക്കുമ്പോൾ രോഗങ്ങൾ, ശത്രുക്കൾ, കടങ്ങൾ, ജോലി എന്നിവയെ ബാധിക്കാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ജോലിയിൽ പുതിയ വെല്ലുവിളികൾ ഉണ്ടാകാം. സേവന മനോഭാവം വർദ്ധിപ്പിക്കുക. ഇത് രോഗങ്ങളിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ഉള്ള മോചനത്തിനുള്ള അവസരം നൽകും. 7ാം ഭാവത്തിൽ കന്നിരാശിയിൽ ഗ്രഹണം സംഭവിക്കുമ്പോൾ വിവാഹം, പങ്കാളിത്തം, ബിസിനസ് ബന്ധങ്ങൾ എന്നിവയെ സ്വാധീനിക്കും. ബന്ധങ്ങളിൽ പുതിയ ഉൾക്കാഴ്ചകളും ഉണ്ടാകാം. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വിമർശനങ്ങൾ ഒഴിവാക്കുക. 8ാം ഭാവത്തിൽ കന്നിരാശിയിൽ ഗ്രഹണം സംഭവിക്കുമ്പോൾ നിഗൂഢ കാര്യങ്ങൾ, മരണം, പാരമ്പര്യ സ്വത്ത്, പങ്കാളിയുടെ ധനം എന്നിവയെ ബാധിക്കാം.
അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാം. 9ാം ഭാവത്തിൽ കന്നിരാശിയിൽ ഗ്രഹണം സംഭവിക്കുമ്പോൾ ഭാഗ്യം, ഉന്നത വിദ്യാഭ്യാസം, ദൂരയാത്രകൾ, ഗുരുക്കന്മാർ, മതം എന്നിവയെ സ്വാധീനിക്കും. വിശ്വാസങ്ങളിലും തത്വങ്ങളിലും മാറ്റങ്ങൾ വരാം. ഉന്നത പഠനത്തിൽ പുതിയ ദിശാബോധം ലഭിക്കാം. 10ാം ഭാവത്തിൽ കന്നിരാശിയിൽ ഗ്രഹണം സംഭവിക്കുമ്പോൾ തൊഴിൽ, സാമൂഹിക പദവി, പിതാവ് എന്നിവയെ ബാധിക്കാം. ജോലിയിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളോ പുതിയ ഉത്തരവാദിത്തങ്ങളോ ഉണ്ടാകാം. കരിയറിൽ പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കാം. 11ാം ഭാവത്തിൽ കന്നിരാശിയിൽ ഗ്രഹണം സംഭവിക്കുമ്പോൾ വരുമാനം, സുഹൃത്തുക്കൾ, ആഗ്രഹങ്ങൾ എന്നിവയെ സ്വാധീനിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരാം. 12ാം ഭാവത്തിൽ കന്നിരാശിയിൽ ഗ്രഹണം സംഭവിക്കുമ്പോൾ ചെലവുകൾ, നഷ്ടങ്ങൾ, വിദേശയാത്രകൾ, ആത്മീയത, രഹസ്യ ശത്രുക്കൾ എന്നിവയെ ബാധിക്കാം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. സമൂഹത്തിൽ കന്നിരാശിയിലെ സൂര്യഗ്രഹണം ചില പ്രത്യേക മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. പൊതുജനാരോഗ്യം, ശുചിത്വം, മെഡിക്കൽ രംഗം എന്നിവയിൽ പുതിയ നയങ്ങളോ മാറ്റങ്ങളോ ഉണ്ടാകാം. പുതിയ രോഗങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളോ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരങ്ങളോ വരാം. തൊഴിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, പുതിയ തൊഴിലവസരങ്ങൾ എന്നിവ ഉണ്ടാകാം. സേവന മേഖലയിൽ കൂടുതൽ ശ്രദ്ധയും നിരീക്ഷണവും ഉണ്ടാവാം. കന്നിരാശി ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കൃഷി, ഭക്ഷ്യോൽപാദനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ പുതിയ നയങ്ങളോ സാങ്കേതിക വിദ്യകളോ വരാം. ഭരണപരമായ കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും കാര്യക്ഷമതയും ആവശ്യപ്പെടുന്ന നയങ്ങൾ ഉണ്ടാവാം. ചെറിയ കാര്യങ്ങളിൽ പോലും കൂടുതൽ ശ്രദ്ധ വേണം. സാമ്പത്തിക രംഗത്ത്, പ്രത്യേകിച്ച് നിക്ഷേപങ്ങളിലും ഓഹരി വിപണിയിലും കൂടുതൽ വിശകലനവും സൂക്ഷ്മതയും ആവശ്യമായി വന്നേക്കാം. പരമ്പരാഗതമായി ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു. ഗ്രഹണ ഊർജം ആത്മീയ കാര്യങ്ങൾക്ക് ഉചിതമാണ്. ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തുക. ഈ സമയത്ത് നെഗറ്റീവ് ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട പുതിയ കാര്യങ്ങൾ ഗ്രഹണ സമയത്ത് ആരംഭിക്കുന്നത് പൊതുവെ ഒഴിവാക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു. ഗ്രഹണശേഷം ദാനം ചെയ്യുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ആവശ്യമുള്ളവരെ സഹായിക്കുക. ഗ്രഹണശേഷം പുണ്യനദികളിലോ തീർത്ഥക്കുളങ്ങളിലോ കുളിക്കുന്നത് ശുഭകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗ്രഹണ സമയത്ത് ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഒരു സൂര്യഗ്രഹണം കന്നിരാശിയിൽ സംഭവിക്കുമ്പോൾ അത് വിശദാംശങ്ങൾ, വിശകലനം, ആരോഗ്യം, സേവനം, ചിട്ട എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തും. ഇത് വ്യക്തിഗത തലത്തിലും സാമൂഹിക തലത്തിലും മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും വഴിയൊരുക്കും. ഈ സമയത്ത് ആത്മപരിശോധന നടത്തുകയും ജീവിതത്തിൽ കൂടുതൽ പ്രായോഗികവും ചിട്ടയുമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതും ബന്ധങ്ങളിൽ അമിതമായ വിമർശനങ്ങൾ ഒഴിവാക്കേണ്ടതും പ്രധാനമാണ്. സൂര്യഗ്രഹണ സമയത്ത് സൂര്യനുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ഗ്രഹണശേഷം ദാനം ചെയ്യുന്നത് ദോഷപരിഹാരമായി കണക്കാക്കപ്പെടുന്നു. ഗോതമ്പ്, ശർക്കര, ചുവന്ന വസ്ത്രം, ചെമ്പ് എന്നിവ ദാനം ചെയ്യുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ട ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. പാവപ്പെട്ടവർക്കും അശരണർക്കും ഭക്ഷണം നൽകുന്നതും നല്ലതാണ്. ഗ്രഹണത്തിന് മുൻപോ ശേഷമോ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയോ ചെയ്യാം. ശിവക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്ര ദർശനം എന്നിവയും നല്ലതാണ്. ഗ്രഹണശേഷം കുളിച്ച് ശുദ്ധിയാകുന്നത് ദോഷങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും. വീടും പരിസരവും ശുദ്ധമാക്കുന്നതും നല്ലതാണ്. ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഗ്രഹണം സംഭവിക്കുന്നതിന് 3 മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കണം. കന്നിരാശിയിൽ സംഭവിക്കുന്നത് കൊണ്ട് കന്നിരാശിക്കാർക്കും മറ്റ് രാശിക്കാർക്കും ഗ്രഹണം ചില പ്രത്യേക ഫലങ്ങൾ നൽകിയേക്കാം. പൊതുവെ കന്നിരാശിക്കാർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം എന്നിവ നേരിടാൻ സാധ്യതയുണ്ട്. കന്നിരാശിയിലെ അധിപൻ ബുധനാണ്. അതിനാൽ ബുധനുമായി ബന്ധപ്പെട്ട ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഗ്രഹണഫലങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. അത് അവരുടെ ജനന ചാർട്ടിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെയും ദശാകാലങ്ങളെയും ആശ്രയിച്ചിരിക്കും. അതിനാൽ ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ നേടുന്നത് എപ്പോഴും പ്രയോജനകരമാണ്.